This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. SSLC പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി GHSS പ്രാപ്പോയിലിൽ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പരീക്ഷാ പേടി അകറ്റി ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാനും മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മികച്ച വിജയം കൈവരിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സീനിയർ അസിസ്റ്റന്റ് സോജൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ KV രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത ഹാപ്പിനെസ് കോച്ചും ഹിപ്നോതെറാപ്പിസ്റ്റുമായ ഷമ്മാസ് മുഹമ്മദ് സഫാൻ KP എന്നിവർ ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥികൾക്ക് പുറമെ രക്ഷിതാക്കൾക്കായി ഹാപ്പി പാരന്റിംഗ് എന്ന വിഷയത്തിൽ പ്രത്യേക ക്ലാസും നടന്നു. എല്ലാവരും സജീവമായി പങ്കെടുക്കണം. അതിനിടയിൽ മറ്റ് ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. 2 പേരാണ്, വ്യക്തിത്വങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സഫാൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷമ്മാസ് മുഹമ്മദ് സാറും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരിക്കും. അത് കൃത്യമായി ശ്രദ്ധിക്കുക. അത് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഗ്രഹിക്കുക. SSLC പരീക്ഷ എഴുതുക. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യം എഴുതേണ്ടത് നിങ്ങളാണ്. കഴിഞ്ഞ വർഷം വരെ കോടാനുകോടി ആൾക്കാർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ സംഭവമല്ല. അല്ല, പക്ഷെ നിങ്ങൾ ഇന്നേവരെ കാണാത്ത ഹിപ്നോട്ടിസം, മെന്റലിസത്തിലൂടെയൊക്കെ നിങ്ങളെ മൈൻഡിനെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾ കുറെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? SSLC കഴിഞ്ഞാൽ സയൻസ് എടുക്കണം, ഡോക്ടർ ആവണം, എന്നെ പോലെ. ഞാൻ എന്താണെന്നറിയോ എന്നെ കണ്ടിട്ട് എന്ത് പറയും നിങ്ങൾ? പറഞ്ഞോ, സ്റ്റുഡന്റ് ആണോ? ഡോക്ടറാണോ? എഞ്ചിനീയർ ആണോ? പിന്നെന്താ? എന്താണ് നിങ്ങൾക്കൊരു തോന്നുന്നുണ്ടാവില്ല ഞാൻ എന്താന്നുള്ളത്? പറ. ഞാൻ ടീച്ചറാണ്. ഏതാ സബ്ജക്റ്റ് അറിയോ? അതുകൊണ്ട് പറയാൻ തീരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? സോഷ്യൽ സയൻസ്, ബയോളജി. വയ്യാണ്ട് പഠിക്കാം, വായിച്ച് പഠിക്കാം. നല്ല ചാൻസുള്ള സബ്ജക്റ്റാണ്. ഫിസിക്സ് ഇഷ്ടമാണോ? ഞാൻ ഫിസിക്സിന്റെ ടീച്ചറാണ്, ഹൈസ്കൂൾ. സെറ്റല്ലേ? എല്ലാവരും ഫിസിക്സിന് A+ വാങ്ങണേ. വാങ്ങോ? യെസ് ഓർ നോ? 9ാമത്തെ സ്കൂൾ 12 കോളേജ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. ഈ ഒരു 10-20 ദിവസത്തിനുള്ളിൽ പ്രോഗ്രാംസിന് എന്നാണ് പറഞ്ഞത്. സോ ഓരോ സ്ഥലത്തും ഞാൻ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ചാണ് പറയാം. അതിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും. പിന്നെ അടുത്ത ദിവസം വരുന്നത് ശ്രീകണ്ഠാപുരം സ്കൂളിലാണ് പോയത്. എനിക്ക് പറയണം, ആൽപ്പോയിൽ പോയി ഭയങ്കര വൈബ്രന്റ് ആയ കുട്ടികളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പോയ സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ച 1 തൊട്ട് 10 വരെ പഠിച്ച അതേ സ്കൂളിൽ കുറെ പുറത്താക്കിയിട്ടുണ്ട്, ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ എന്നെ അടിച്ച സാറാണ് എൻ്റെ അവിടെ GPS വിളിച്ചത്. ഓക്കെ, അവിടെ പോയി. പക്ഷേ അവിടുത്തെ കുട്ടികളെ കളക്ഷൻ എന്ന് വെച്ചാൽ നല്ല കൗണ്ടായിരുന്നു. 200 കുട്ടികളുണ്ട്. അതുകൊണ്ടായിരിക്കാം എനിക്ക് അവർക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. ക്ലാസ്സും കാര്യങ്ങളൊക്കെ അടിച്ചു പിടിച്ചത്. എനിക്കത് കംഫർട്ടായിരിക്കും. അപ്പോൾ അതുപോലെ ഇരിക്കും ഓരോ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരു കണ്ടീഷൻ ഉറപ്പ് തരാം, എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ആ ഉറക്കം വരില്ല. അഥവാ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഊർക്കം വലിക്കരുത്. തൊട്ടടുത്തുള്ളവർക്ക് ഡിസ്റ്റർബ് ആവും. ഒരാൾക്കും ഉറങ്ങാനുള്ള ചാൻസ് ഇവിടെ ഇല്ല, ഷുവർ. പിന്നെ ഓരോ കാര്യത്തിൽ വിളിക്കുമ്പോൾ ആരും ഒപ്പരം കൂടെ നോക്കാതെ അത്യാവശ്യം കുറച്ച് വലിയ ഹോളാണെങ്കിൽ സീറ്റ് സെറ്റ് ആക്കാം, നല്ല അടിപൊളിയാക്കാൻ. നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഇതാവൂല്ലേ? ഇത് മതിയോ? ഞാൻ വിചാരിച്ചാൽ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും, കുറെ ഗെയിമിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഇങ്ങനെ പോകാം. ഓക്കെ, നിങ്ങൾ ക്ലാപ്പ് ചെയ്യാൻ അറിയാലോ? ഇപ്പൊ സഫാൻ സാർ വന്നപാടൊന്ന് ക്ലാപ്പ് ചെയ്യിപ്പിച്ചോ? ചെയ്യിപ്പിച്ചു. ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഇതൊരു അടുത്ത ഉത്സവത്തിന് മറ്റേ മാലപ്പടക്കം കൊണ്ടുപോയിട്ട് 1 to 1 to 3 നടിച്ചു. എല്ലാം അറിയാം നിങ്ങൾ. ഒറ്റ സിംഗിൾ ക്ലാപ്പ് ചെയ്തേ. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഗെയിം ഉണ്ടാവും, കഥയുണ്ടാവും, ചോദ്യമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആരും അപ്പുറം നോക്കണ്ട, തെറ്റിക്കോട്ടെ. എന്ത് ചോദ്യം ചോദിച്ചാൽ പൊട്ടത്തരായാലും കുഴപ്പമില്ല, വിളിച്ചു പറയും. മത്സരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ജയത്തോലൊക്കെ പിന്നീടാണ്. ഇപ്പൊ നിങ്ങൾ സിംഗിൾ ക്ലാപ്പ് ചെയ്തില്ലേ? ഒന്നുകൂടെ സിംഗിൾ ക്ലാപ്പ് ചെയ്ത്. വെരി ഗുഡ്. എന്റെ ഒരു ചോദ്യം, 1 മിനിറ്റിൽ എത്ര സെക്കൻഡ്സ് ഉണ്ട്? 59, 60. ഇങ്ങനെ കൺഫ്യൂഷൻ.
എങ്കിൽ അടുത്ത ചോദ്യം, 1 മിനിറ്റിൽ നിങ്ങൾക്ക് എത്ര ക്ലാപ്പ് ചെയ്യാൻ സാധിക്കും? വെരി ഗുഡ്, 60. പിന്നെ 40. പറഞ്ഞ് തെറ്റിക്കോട്ടെ സാർമാർ ടീച്ചർമാർ ഇതിന്റെ അപ്രോച്ച് തരില്ല. ഇത് എന്റെ ക്ലാസ്സിലുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് അവിടെ കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് പോസ്റ്റർ കിട്ടിയായിരുന്നു ടീച്ചർ പാരന്റ്സ് കാരണം. ഇന്നലെയാണ് ഞാൻ സാർ അയച്ചത്. നല്ല ലേറ്റ് ആയിരുന്നു. പോസ്റ്റർ കണ്ടിരുന്നു. എന്താ എഴുതിയിട്ടുണ്ടായിരുന്നു? എന്റെ സെഷന്റെ പേരെന്തായിരുന്നു? ഹാപ്പി ഹവേഴ്സ്. ദാറ്റ്സ് മൈ ഐഡന്റിറ്റി. കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തിൽ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.